നമസ്കാരം. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇതേപോലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാരെ നമ്മളുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് മറ്റൊരു ചേരിയിലാണെങ്കിലും ഉമ്മൻചാണ്ടി ഇതേപോലെ ഒരു ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഒരു പരിധിവരെ വി എസ് അച്യുതാനന്ദനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ പിണറായി വിജയനെ നമുക്ക് ആ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. ഇനി ഇത് മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസം കൂടെ നമ്മൾ നോക്കുക. ആസാം എന്ന സംസ്ഥാനം ബംഗ്ലാദേശിന് അതിർത്തി പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ഓർക്കണം. മാത്രമല്ല NRC നടപ്പിലായിട്ടുള്ള ഏക സംസ്ഥാനമാണ് ആസാം. ആസാമിൽ ഒരുപാട് കുടിയേറ്റക്കാരുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ കടന്നുകൂടിയ ഇന്ത്യക്കാരല്ലാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നുഴഞ്ഞു കയറി ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആസാം. ആ സംസ്ഥാനത്താണ് അവിടുത്തെ മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും കേരളത്തെ വെച്ച് താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണ്. കാരണം കേരളം പൊതുവെ സുരക്ഷിതമാണ് എന്നാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ തള്ളിമറിക്കുന്നത്. അപ്പോൾ ആസാമിനെ ആ ഗണത്തിൽ നമുക്ക് പെടുത്താനേ പറ്റില്ല. കാരണം ബംഗ്ലാദേശിൻ്റെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. അവിടെയാണ് ഒരു മുഖ്യമന്ത്രി ഇതാ ആളുകളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഇനി എത്രയൊക്കെ സുരക്ഷ ഉണ്ടെങ്കിലും ശരി, ആളുകളുടെയൊക്കെ നടുക്ക് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ സമ്മതിച്ചേ മതിയാവൂ. ഇങ്ങനൊരു കാഴ്ച ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്നതോ നടത്തുന്നതോ നമ്മൾ കാണാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇവിടെ ഏതാണ്ട് 40-44ഓളവും കാറിൽ പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പിണറായി വിജയൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആസാം പോലെ ഒരു സംസ്ഥാനത്ത് ഭയം കൂടാതെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇതേപോലെ ഇറങ്ങി നിൽക്കാമെങ്കിൽ, പൊതുവെ സുരക്ഷിതമാണ് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് അതിന് പറ്റുന്നില്ല എങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ആരെ ഭയന്നിട്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് 40-44ഓളം വാഹനത്തിന് പോലീസ് അകമ്പടിയോടുകൂടി എന്താ പറയുക, പുതിയ സുരക്ഷാ മാനദണ്ഡമൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് വാഹനങ്ങൾ മാറ്റുന്നതും അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതൊക്കെ നമ്മൾ വാർത്തയിലൂടെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ഇവിടെ എന്ത് ഭീഷണിയാണ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്? അത് ജനങ്ങളോട് പറയാൻ അദ്ദേഹം അല്ലെങ്കിൽ ആ ഗവൺമെൻറ് തയ്യാറാവണം. ഇവിടെ ഏതെങ്കിലും തീവ്രവാദ ഭീഷണിയുണ്ടോ? മാവോയിസ്റ്റുകളുടെ ഭീഷണിയുണ്ടോ? ആസാമിലില്ലാത്ത എന്ത് ഭീഷണിയാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? തീർച്ചയായിട്ടും അതോ ഒരു മുഖ്യമന്ത്രി എന്ന പദവിയും പത്രാസും കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇത്രയേറെ കാറിൽ പിണറായി വിജയൻ പോകുന്നതും? എന്നാൽ ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ആസാമിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിൽ നോക്കൂ, നിറയെ ജനങ്ങൾ നിൽക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെ നിൽക്കാനും അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെങ്കിൽ, സുരക്ഷിതമാണെന്ന് അവകാശപ്പെടുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കണമെന്ന് പോലും പറയുന്നില്ല? ഇത്രയേറെ സുരക്ഷയും ഇത്രയേറെ വാഹനങ്ങളായിട്ട് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാവുന്നു? അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? എന്ത് ഭീഷണിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾ, നികുതിദായകരായിട്ടുള്ള ജനങ്ങൾ, വോട്ട് ചെയ്യുന്ന കഴുതകൾ അറിയേണ്ടതല്ലേ?